നമ്മളിപ്പോൾ ഉള്ളത് സൂവിലാണ്, കുവൈറ്റ് സൂവിൽ. പിന്നെ ഫർവാനയ്ക്ക് അടുത്തുള്ള ഒമേരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നല്ല തണുപ്പ് ഉണ്ട് ഈ വെള്ളിയാഴ്ച. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തിരക്കുമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ഓരോ ഭാഗത്തു നിന്നുള്ള ഓരോ വീഡിയോസൊക്കെ. മുഴുവനായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എടുത്തത് വെച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തു. അപ്പോൾ കുറേ നോക്കി അവസാനം ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടിയപ്പോൾ നമ്മളവിടെ പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കുറച്ചിങ്ങോട്ടായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ. അപ്പോൾ ഇതിൻ്റെ മുന്നിലുണ്ട്, പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇതാ ഏകദേശം മുന്നിലെത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ടൈമിൽ തന്നെ വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പിന് നല്ല സുഖമായിരിക്കും കാണാനും. പിന്നെ മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങും. കാരണം ചൂടും കാര്യങ്ങളൊക്കെ ആയാൽ അവരെ കൂട്ടി തന്നെ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിന് പ്രത്യേകിച്ച് വരണം. അപ്പോൾ നമ്മളിവിടെ നല്ല തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3 മണിയുടെ അടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വരാൻ നോക്കുക. കാരണം 5 മണി വരെയാണ് വിൻ്റർ സീസണിൽ അവിടെ സൂ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ സമ്മർ സീസൺ ആണെങ്കിൽ ഒരു 6 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഫാമിലി വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 500 ഫീസാണ് ഇവിടത്തേക്ക്. അപ്പോൾ നമ്മൾ സൂവിലേക്ക് മാത്രമേ എൻട്രൻസ് ഫീ ഉള്ളൂ. കാരണം പുറത്ത്, അതായത് സൂവിൻ്റെ പുറത്ത് ചെറിയൊരു പാർക്ക്, അതായത് ഒരു ഗാർഡൻ പോലെയാണ്. അപ്പോൾ അവിടെ ഒരു 7-7:30 വരെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് ഇല്ല. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് ഇല്ല എന്ന് പറയാൻ കാരണം നമ്മളൊരു ഉച്ചക്കൊക്കെ വരികയാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ കയറണം. ആ ഒരു 5 മണീൻ്റെ ശേഷം വരികയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ക്ലോസ് ചെയ്ത കാരണം നമ്മൾ ഇവിടെ പുറത്ത് ഗാർഡനിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല അന്തരീക്ഷവും സൂപ്പർ സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. വരാത്തവരുണ്ടെങ്കിൽ, അധികം പേര് വന്നിട്ടുണ്ടാവും എങ്കിലും വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കുക. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. മാത്രമല്ല വിൻ്റർ സീസൺ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. കാരണം വെള്ളിയാഴ്ച ഇത്ര തിരക്കുണ്ടാവില്ല. പിന്നെ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ടൈം ഇവിടെ നിൽക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ സൂ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഓരോ മൃഗങ്ങളുടേതായിട്ട് ഇങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഓരോ ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഇവിടെ വന്ന് കാണാം. അപ്പോൾ എല്ലാം വീഡിയോയിൽ കാണുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. നേരിട്ട് കാണുന്ന ആ ഒരു എന്താ പറയുക, കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് അരയണം. അപ്പോൾ അടിപൊളിയാണ്. ഇത് കാണാൻ തന്നെ നല്ല ആ ഒരു വെള്ളവും അരയണത്തിൻ്റെ ആ ഒരു അതൊക്കെ കാണാൻ നല്ല സൂപ്പറായിരുന്നു. കാരണം എൻ്റെ മോൻ്റെ ഫേവറേറ്റാണ് കേട്ടോ അരയണം. അപ്പോൾ അതിൽ കുറേ നേരം ടൈം പോയി മോനെ അവിടെ തന്നെ നിന്ന്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു കുറച്ചിങ്ങോട്ടൊക്കെ വരാൻ. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ മിസ് ചെയ്യും. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് പോവുക, എങ്കിലേ എല്ലാ മൃഗങ്ങളും ജീവികളും കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മിസ്സായിപ്പോവും ഓരോന്ന്. അപ്പോൾ ഞങ്ങൾ ചിലത് മിസ്സായിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ചെന്നിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ കുറേ ടൈം ഈ അരയണത്തിൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് ടൈം പോയി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ട്രെയിനുണ്ട്.
അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 500 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ടൊന്ന് ചുറ്റിക്കാണാം. അപ്പോൾ അതിലും നല്ലത് എനിക്ക് തോന്നിയത് നമുക്ക് കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് നല്ലത് നടന്നിട്ട് തന്നെ കാണാനാണ്. പിന്നെ നടക്കാൻ അത്ര ഇഷ്ടമുള്ളവരും പിന്നെ എന്താ പറയുക താല്പര്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ട്രെയിനിൽ പോവാം. അതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ എളുപ്പം അതല്ലോ. അപ്പോൾ അതുകൊണ്ട് നടന്നിട്ട് തന്നെ പോയത്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാൻ ടൈഗർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിന് ഈ ഒരു തണുപ്പ് കാലമൊക്കെ ആയാലും പുറത്ത് കാണാം, അല്ലാത്തപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ചിലപ്പോൾ ചൂടായിട്ടായിരിക്കും, അതൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ആൾ കൂടിയിട്ടുണ്ട്, ആൾക്കാർ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോസ് എടുത്തു, വേഗം അവിടെ നിന്ന് പോയി. കാരണം അത്രയും പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കൗതുകത്തോടെ നോക്കി. കാരണം കുറച്ചുകൂടെ ദൂരമാണ് കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ കെട്ടിയിട്ടുള്ളത്, വേലിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത്. നല്ല ഗ്യാപ്പുണ്ട്. കാരണം എന്താണെന്നറിയില്ല, ടൈഗറിലെ ആൾ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി 1 by 1 ആയിട്ട് ഓരോന്നിനെ കണ്ട് പിന്നെ നമ്മളിങ്ങനെ കറക്റ്റ് കാണണം. പിന്നെ ചില മൃഗങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിസ്സായി പോകുന്നുള്ളത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലതിനൊക്കെ കാണാൻ പറ്റില്ല. പിന്നെ ടൈം നോക്കിയിട്ട് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ അവർ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവർ പുറത്തേക്ക് ആക്കും. 5 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം കണ്ട് കഴിയണം. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വരാൻ നോക്കുക, കാണാൻ താല്പര്യമുള്ളവർ. പിന്നെ സീബ്ര, അപ്പോൾ അതിന് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുത്തിനു. ഫുഡ് കൊടുക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളോട് കൊടുത്തുവല്ലോ. കാരണം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടല്ല കാണുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുത്തുപോയി. കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ കണ്ടു. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ജിറാഫ് തന്നെയാണ്. ജിറാഫ് നല്ല അടിപൊളി, നമുക്ക് കുറച്ചുകൂടെ അതിനും ഗ്യാപ്പുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക്, അതായത് കൂട്ടിൻ്റെ ഉള്ളിലല്ല, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഗ്യാപ്പ്, അതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മയിലും സൂപ്പറേനും, നമ്മൾ സാധാ മയിലും ഉണ്ട്, പിന്നെ വൈറ്റ് ആ ഒരു കളർ മയിലുണ്ട്, പിന്നെ മാന്, പലതരം മൃഗങ്ങൾ. പിന്നെ കുറേ മൃഗങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അങ്ങനെയൊക്കെ എഴുതി വെച്ചത്, അപ്പോൾ അതൊന്നും എനിക്കങ്ങനെ മനസ്സിലായില്ല. പിന്നെ നമുക്കറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള കുറേ മാനും ഇങ്ങനത്തെ കുറേ ജീവികളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിനും ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തർ. അപ്പോൾ അത് നല്ലൊരു എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മൃഗം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ്, അത് നല്ല ചളിവെള്ളത്തിൽ കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കുറച്ച് നേരം കണ്ടു, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാട്ടുമുയൽ, ഇത് നമ്മൾ സാധാ വൈറ്റ് മുയലല്ല, അല്ലാത്ത മുയൽ. പിന്നെ ഇത് സീബ്ര, അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ആനനെ നമ്മളെടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് എടുത്തതാണ്. ഇവിടെ എങ്ങനെയോ ആരൊക്കെയോ കൂടി ഇങ്ങനെ തുളച്ച് വെച്ചതാന്ന് തോന്നി, അറിയില്ല കാണേണ്ടിയിട്ട്. അപ്പോൾ അതും വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ കുറേ പക്ഷികൾ പലതരം ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ പക്ഷികളുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലവും കൂടുമായിട്ട് കുറച്ച് ഗ്യാപ്പുള്ളത് ചില മൃഗങ്ങൾക്കും ചില പക്ഷികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഈ ഒരു ലയണും അങ്ങനെയൊക്കെ വരുമല്ലോ, അപ്പോൾ ആ ഒരു പക്ഷിയൊക്കെ മൃഗങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകപ്പക്ഷി, അത് മോനെ പിടിച്ച് കടിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അവിടെ വെച്ച് കൊടുത്തു, അപ്പോൾ അത് പേടിപ്പിച്ചത് എന്താണെന്ന് അറിയില്ല, കൈ ചെറുതായിട്ട് ചോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടിച്ചതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് കരഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇവിടെ വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ദാഹിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു കോട്ടൺ ക്യാൻഡി അതൊക്കെ വാങ്ങി ജസ്റ്റ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ, അല്ലാതെ നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല.
അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് കഴിച്ചു. വൈകുന്നേരത്തെ ചായയായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഒരു 8 മണി വരെയൊക്കെ അവിടെ ഇരുന്നു പാർക്കിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി. ഏതായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ വിൻ്റർ സീസണിൽ തന്നെ വരാൻ നോക്കുക. അപ്പോൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു. ബൈ.